ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ജീവിതത്തിൽ വിജയിക്കാനുള്ള കുറച്ച് വഴികളെക്കുറിച്ചാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നേടാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ചിലർക്ക് അത് ലഭിക്കുന്നു, ചിലർക്ക് നിരാശ തോന്നുന്നു. ഈ നിരാശയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. എന്തെങ്കിലും നേടാനും നിരവധി മാർഗങ്ങളുണ്ട്. ജീവിതത്തിൽ എന്തും നേടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിനായി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒന്നാമത്തത് സ്വയം മനസ്സിലാക്കുക. മിക്ക കേസുകളിലും നമുക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്നും ലഭിക്കാൻ ശരിക്കും താല്പര്യമില്ലെന്ന് പറയണം. ഞാൻ ലളിതമായി ഇരിക്കട്ടെ, ഞാൻ ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ വരുന്നു. ക്ലാസ്സിൽ ചുരുക്കം ചിലരൊഴികെ ബാക്കിയുള്ളവർ വരുന്നതിനും പോകുന്നതിനും ഇടയിലാണ്. നമുക്ക് നേടേണ്ട കൃത്യമായ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിനാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളിൽ നമ്മൾ സന്തുഷ്ടരാണ്. നല്ല ഫലങ്ങൾ ലഭിക്കണമെന്ന് പറയരുത്. പകരം എനിക്ക് എ ഗ്രേഡോ A+ ഗ്രേഡോ വേണം എന്നതായിരിക്കണം. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നേടാൻ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ വ്യത്യസ്തമായ ഒരു വികാരം പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരു ഡയറി എഴുതി ശീലിക്കുക. ഒരു പതിവ് ഡയറി എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് വിജയത്തിൻ്റെ പടവുകളിലേക്ക് പോകാൻ കഴിയും. വിശ്വസിക്കാൻ കഴിയില്ല. ഒരു മാസം എഴുതാൻ ശ്രമിക്കുക. അന്നന്നത്തെ കാര്യങ്ങൾ ചെറിയ പോയിന്റുകളായിട്ട് എഴുതി നിങ്ങളുടെ ഡയറിയിൽ കുറിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു പേപ്പറിലോ ഡയറിയിലോ മനഃപ്പാഠമാക്കാതെ തന്നെ എഴുതാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഡയറി എഴുതി സൂക്ഷിക്കുക. എഴുത്തുകൾ പിന്നീട് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഓർമ്മിക്കുക. സമയത്തെ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു. തുടർന്ന് പടിപടിയായി നിങ്ങൾ വിജയത്തിലേക്കുള്ള പാതയിലേക്ക് പോകും. അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു ആസൂത്രണം ചെയ്യുക. ആസൂത്രണം ചെയ്യാതെ ആരും വിജയിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ പ്രധാന ദൗത്യം കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുക എന്നതായിരിക്കും, അല്ലേ? നിങ്ങളുടെ ഡയറിയുടെ മുന്നിൽ ഇരിക്കുക. നിങ്ങൾ എങ്ങനെ തുടങ്ങും? അത് പൂർത്തിയാക്കാൻ അത് നമ്മൾ എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് തീരുമാനിക്കുക. ഒരു ജോലിയും എങ്ങനെ മനോഹരമായി പുരോഗമിക്കുന്നുവെന്ന് നിങ്ങൾ കാണും. അടുത്തത് നെഗറ്റീവ് ചിന്തയല്ല. നെഗറ്റീവ് ചിന്ത 90% ആളുകളും നെഗറ്റീവ് ചിന്തകൾ കാരണം വിജയിക്കില്ല. നെഗറ്റീവ് ചിന്തകൾ കാരണം ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കുക. എനിക്ക് കഴിയില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് വളരെ സ്വാഭാവികമാണ്, അല്ലേ? പലർക്കും അത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പലതും. എനിക്ക് കഴിയും എന്ന് നിങ്ങളുടെ ഇച്ഛാശക്തിയെ നിങ്ങൾ രഹസ്യമായി കൊല്ലുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്തിനെക്കുറിച്ചും പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ഉദിച്ചതായി നിങ്ങൾ കാണും. മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. ഒന്നിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. ഓരോ മനുഷ്യനും തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും തിരക്കിലാണ്. സ്വപ്നം നിങ്ങളുടേതല്ലെന്ന് ഓർമ്മിക്കുക. മറ്റാരും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കില്ല. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകൂ. നിങ്ങളുടെ സ്വപ്നം അത് എന്തു തന്നെ ആയാലും അത് നടപ്പിലാക്കണം. പക്ഷേ പല ചെറിയ കാര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കരുത്. വിജയം നിങ്ങളുടെ കൈകളിലാണ്. അടുത്തത് നിങ്ങളുടെ ചിന്താശക്തി ഉപയോഗിക്കുക. ഞങ്ങൾ ബംഗാളികൾ മടിയന്മാരാണ്. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പുതിയ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുവദിക്കില്ല. നിങ്ങൾ നേടാൻ പോകുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം. അതിനാൽ ഈ ബുദ്ധിമുട്ടുള്ള ജോലി എളുപ്പമാക്കാൻ നിങ്ങളുടെ ചിന്താശക്തിയെ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
നിങ്ങൾ എത്രത്തോളം ചിന്താശക്തി ഉപയോഗിക്കുന്നുവോ അല്ലെങ്കിൽ പ്രയോഗിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ വിജയകരമാക്കും അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കും. അടുത്തത്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയെ നമ്മൾ സ്നേഹിക്കുക. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഗീവ് ആൻഡ് ടേക്ക്. നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ. നിങ്ങൾ ജോലിയെ എത്ര സ്നേഹിക്കുന്നുവോ അത്രയും പ്രതിഫലം ജോലി നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ചെയ്യുന്നത് ആസ്വദിക്കുക, ജോലി സ്നേഹത്തോടെ ചെയ്യുക. അപ്പോൾ ജോലി സന്തോഷകരമാകും. ജോലിക്ക് ഇടയ്ക്കിടെ വിശ്രമം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിജയം നേടാൻ പ്രയാസമില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അപകടത്തെ നമ്മൾ ഭയപ്പെടരുത്. പ്രമുഖ ബംഗാളി കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകൾ ഇതാ: ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഇതല്ല എൻ്റെ പ്രാർത്ഥന. എനിക്ക് അപകടത്തെ ഭയമില്ല, ദുഃഖത്തിൽ വേദനയില്ല, ആശ്വാസവുമില്ല. എനിക്ക് ദുഃഖം കൊണ്ട് ജയിക്കാൻ കഴിയും. 100% വിജയത്തോടെ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിയില്ല. പുതിയ എന്തെങ്കിലും ചേർക്കേണ്ടതും ഏതൊരു തടസ്സങ്ങൾക്കിടയിലും മുന്നോട്ട് പോകുമ്പോൾ ആരാണ് നിങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നത്? അത് നിങ്ങൾ തന്നെയല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്തിനോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കുക, സ്വയം പ്രതിബദ്ധതയുള്ളവരായിരിക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, അല്ലേ? പക്ഷേ ഈ നേട്ടം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. വഴിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുക. വിജയം എങ്ങനെ നിങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്നുവെന്ന് കാണുക. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലും. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താണോ, നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ, നിങ്ങളെ എന്ത് സ്വപ്നമാണോ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കേണ്ടത്, നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.